സംസ്ഥാനത്ത് അടുത്ത 2 ദിവസം ശക്തമായ മഴയ്ക്ക് സാധ്യത. 7 ജില്ലകളിൽ നാളെ യെല്ലോ അലർട്ട്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, ഇടുക്കി ജില്ലകളിലാണ് മഴ മുന്നറിയിപ്പ്. 17 2 ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും 7 ജില്ലകളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചു. തമിഴ്നാട്ടിൽ വീണ്ടും മഴ ശക്തി പ്രാപിക്കുമെന്നും മുന്നറിയിപ്പുണ്ട്. തമിഴ്നാട്ടിലും പുതുച്ചേരിയിലും ഓറഞ്ച് അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. ടിൻഡുദാസ് ചേരുന്നുണ്ട്. ടിൻഡു, ആദ്യം സംസ്ഥാനത്തെ മഴ മുന്നറിയിപ്പുകൾ എങ്ങനെയൊക്കെയാണ്? രജനി, നാളെ അതായത് 16-ാം തീയതിയും 17-ാം തീയതിയും സംസ്ഥാനത്ത് ശക്തമായ മഴ ലഭിക്കുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകുന്നത്. നാളെ അതായത് 16-ാം തീയതി തിരുവനന്തപുരം മുതൽ ഇടുക്കി വരെയുള്ള ജില്ലകൾക്ക് യെല്ലോ അലർട്ടും മറ്റന്നാൾ 17-ാം തീയതി ഇടുക്കി, പത്തനംതിട്ട ജില്ലകൾക്ക് ഓറഞ്ച് അലർട്ടുമാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഈ സാഹചര്യത്തിൽ തന്നെ തമിഴ്നാട് ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട്. പുതുച്ചേരിയിലും തമിഴ്നാടും ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഒരു ഇടവേളയ്ക്ക് ശേഷം തമിഴ്നാട്ടിൽ മഴ ശക്തമാവുകയാണ്. അതോടൊപ്പം ഇതിന്റെ സ്വാധീനപരമായി സംസ്ഥാനത്ത് തെക്കൻ ജില്ലകളിലും അതോടൊപ്പം തന്നെ മധ്യ കേരളത്തിലും മഴ ശക്തമാകുമെന്ന മുന്നറിയിപ്പുകളാണ് നൽകിയിട്ടുള്ളത്. നിലവിൽ ഇതുവരെ മത്സ്യത്തൊഴിലാളികൾക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടില്ല. വേലിയേറ്റ സാധ്യതയെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകിയിട്ടില്ല. എന്തായാലും വരുന്ന 2 ദിവസം സംസ്ഥാനത്ത് മഴ ശക്തമാകുമെന്ന ഒരു മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. ഒരു ചുഴലിക്കാറ്റിന്റെ പ്രഭാവം കഴിഞ്ഞതേയുള്ളൂ. അതിന് മുന്നോടിയായി ഇന്ത്യയുടെ തെക്കൻ തീരങ്ങളിൽ ഈ ചക്രവാത ചുഴി അതുപോലെ തന്നെ ന്യൂനമർദ്ദ പാത്തിയും രൂപം കൊള്ളുന്നുണ്ട്. ഇതിന്റെ സ്വാധീന ഫലമായിട്ടാണ് സംസ്ഥാനത്തും അതുപോലെ തന്നെ സമീപ സംസ്ഥാനമായ തമിഴ്നാടും മഴ ശക്തമാകുന്നത്. 16, 17 തീയതികളിൽ സംസ്ഥാനത്ത് ശക്തമായ മഴ ലഭിക്കും. ഇതിനു മുന്നോടിയായി ഇന്ന് ചില പ്രധാനപ്പെട്ട ജില്ലകളിൽ ഒറ്റപ്പെട്ട മഴ ലഭിക്കാൻ സാധ്യതയുണ്ടെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകുന്നു. തമിഴ്നാട്ടിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യത എന്നാണ് പറയുന്നത്. കാരണം 47 വർഷത്തിന് ശേഷമുണ്ടായ ഒരു മഹാപ്രളയത്തിന്റെ അതിന്റെ വ്യാധികളും ആദികളും ഒക്കെ തീർന്നിട്ടില്ല. അതിനുശേഷം പിന്നെയും ഒരു മഴ വരുന്നുണ്ട്. എങ്ങനെ അതിനെ നമുക്ക് നോക്കിക്കാണാം? അപ്പോൾ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം തമിഴ്നാട്ടിൽ സംബന്ധിച്ചുള്ള മുന്നറിയിപ്പുകൾ എന്തൊക്കെയാണ്? അതീവ ജാഗ്രതാ നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. കഴിഞ്ഞ പ്രളയത്തിൽ സംഭവിച്ചതുപോലെ തന്നെ മഴ ശക്തമാവുകയാണെങ്കിൽ മണിക്കൂറിൽ അല്ലെങ്കിൽ കുറഞ്ഞ സമയത്തിനുള്ളിൽ കൂടുതൽ മഴ ലഭിക്കുകയാണെങ്കിൽ ഈ വെള്ളക്കെട്ട് രൂക്ഷമാകുന്ന പ്രദേശങ്ങളിൽ വൈദ്യുതി വിച്ഛേദം പോലെയുള്ള മുന്നൊരുക്കങ്ങൾ നൽകണമെന്ന് നേരത്തെ തന്നെ ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഏറ്റവും കൂടുതൽ ജനവാസ മേഖലകളിൽ ഈ വീടിന്റെ മുകളിൽ താമസിക്കുക അല്ലെങ്കിൽ താഴെ നിലയിൽ നിന്നും മുകളിലേക്ക് സാധനങ്ങൾ മാറ്റുക തുടങ്ങിയ മുന്നൊരുക്കങ്ങളും സ്വീകരിക്കണമെന്ന് അറിയിച്ചിട്ടുണ്ട്. നമുക്കറിയാം, കഴിഞ്ഞ പ്രളയം തമിഴ്നാട് പ്രധാനപ്പെട്ട ചെന്നൈ ഉൾപ്പെടെയുള്ള നഗരങ്ങളിൽ വരുത്തിയ നാശനഷ്ടം ഇതൊക്കെ മുന്നിൽ കണ്ടുകൊണ്ടാണ് വലിയ രീതിയിലുള്ള ജാഗ്രതാ നിർദ്ദേശങ്ങൾ നൽകിയിട്ടുള്ളത്. ഏറ്റവും കൂടുതൽ മഴ ലഭിക്കാൻ സാധ്യതയുണ്ടെങ്കിൽ ഒരുപക്ഷെ കൂടുതൽ മഴ ലഭിക്കാൻ സാധ്യതയുള്ള പ്രദേശങ്ങളിൽ വെള്ളക്കെട്ട് മുന്നൊരുക്കങ്ങൾ, പ്രളയ മുന്നൊരുക്കങ്ങളൊക്കെ നൽകിയിട്ടുണ്ട്. ഇതിനോടൊപ്പം തന്നെ അധികൃതരും ജാഗ്രതാ നിർദ്ദേശം പാലിക്കണമെന്ന് അറിയിച്ചിട്ടുണ്ട്. അതായത് ദുരന്ത നിവാരണ അതോറിറ്റി തമിഴ്നാടിനെ സംബന്ധിച്ചിടത്തോളം നേരത്തെ തന്നെ മഴ മുന്നറിയിപ്പും അതോടൊപ്പം തന്നെ പ്രളയ മുന്നറിയിപ്പുകൾ നൽകുന്നുണ്ട്. നിലവിൽ ഇതുവരെ പ്രളയ മുന്നറിയിപ്പും അതുപോലെ തന്നെ തെക്കൻ സംസ്ഥാനങ്ങളിലെ ഡാമുകൾ, പ്രധാനമായും പറയുകയാണെങ്കിൽ തമിഴ്നാട്, കേരളത്തിലെ തുടങ്ങിയ സംസ്ഥാനങ്ങളിലെ ഡാമുകളിലെ ജലനിരപ്പിന്റെ മുന്നറിയിപ്പും ഇതുവരെ അറിയിച്ചിട്ടില്ല. എന്തായാലും വരുന്ന ദിവസങ്ങളിൽ മഴ ശക്തമാകുമെന്നൊരു മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. സംസ്ഥാനത്ത് 2 ദിവസം ശക്തമായ മഴയ്ക്ക് സാധ്യത എന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകുന്ന മുന്നറിയിപ്പ്. ഒപ്പം തമിഴ്നാട്ടിലും വരും ദിവസങ്ങളിൽ മഴ കനക്കുമെന്നാണ് മുന്നറിയിപ്പ് നൽകുന്നത്. ടിൻഡുദാസാണ് വിവരങ്ങൾ പങ്കുവച്ചത്.